Hi friends, Assalamu alaikum. Welcome back to Mirzas World. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പൂക്കളവും ഓണസദ്യയും വെള്ളം കളിയും ഒക്കെയാണ് ഇതിൽ ചെയ്ത് തീർക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത് ഒരു ബ്രൗണിഷ് കളറായിട്ടുള്ള ഇനാമൽ പെയിൻ്റ് ആണ്. അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പൂക്കളം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചായ കാച്ചിയതിന് ശേഷമായിട്ട് വേസ്റ്റായിട്ട് വരുന്ന ചായപ്പിണ്ടിയാണ്. അതിനെ നമ്മൾ നന്നായിട്ട് എടുത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിനെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു പൂക്കളത്തിൻ്റെ റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് വിട്ടു പോവാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഒരു പൂക്കളത്തിൻ്റെ ആ ഒരു ഷേപ്പ് വിട്ടു പോവാത്ത രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഗ്ലൂവും വാട്ടറും മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ഒരു സൊല്യൂഷൻ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അവിടെ ഒട്ടി നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് അടർന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൂക്കളത്തിൻ്റെ ചായപ്പൊടി അവിടെ നിന്ന് ഒട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബോട്ടിലിൻ്റെ പുറകുവശത്തായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഓണസദ്യയാണ്. ഓണസദ്യ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് വാങ്ങിക്കൊടുക്കുന്ന ക്ലേ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നോർമൽ ക്ലേ അല്ല, നമ്മൾ കുട്ടികൾക്കായിട്ട് കളിക്കാൻ കൊടുക്കുന്ന ആ ഒരു ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചായപ്പിണ്ണിൻ്റെ വേസ്റ്റ് വെച്ചിട്ട് ഓണത്തപ്പനയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓണത്തപ്പന ഞാൻ ഈ ഒരു പൂല് വെച്ച് കൊടുത്തിട്ടില്ല. തിരുവോണത്തിൻ്റെ അന്നാണ് വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ അത് ഒട്ടിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു ഷേപ്പില്ലാതെ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം അതിനെ നമ്മൾ ലീഫിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലേ മോൾഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും അതിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ലീഫിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു ലീഫിൻ്റെ ലൈൻസും വരകളും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചോറായിട്ടും നമ്മളെ ഐറ്റംസൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ചായപ്പിണ്ടി തന്നെയാണ്. ചായപ്പിണ്ടി യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ബോട്ടിലൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് തേങ്ങാപ്പീര വെച്ചിട്ടുള്ള പൂക്കളായിരുന്നു. അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു ഓണസദ്യയായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒറിജിനൽ ലീഫായിരുന്നു ഓണസദ്യ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു വീഡിയോസൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു ചുണ്ടൻ വെള്ളത്തിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് കയറിപ്പോയി കാണാം. നമ്മൾ പിന്നീട് കമൻറ്റിൽ ആ ഒക്കെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ ചായപ്പിണ്ടിയും ക്ലേയും യൂസ് ചെയ്തിട്ട് നമ്മൾ ഓണസദ്യയിലുള്ള എല്ലാ ഐറ്റംസും ഓരോന്നായിട്ട് ഒരുക്കി കൊടുക്കുകയാണ്. ഞാനിവിടെ സാധാ വൈറ്റ് പുളി യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഓണസദ്യയിലുള്ള എല്ലാ ഐറ്റംസും ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കാരണം ക്ലേയും ചായപ്പിണ്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിച്ചിട്ടുള്ളൂ. നമുക്ക് അധികം ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സദ്യയിൽ എത്ര ഐറ്റംസ് ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്കതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ വാഴൻ്റെ ഇലയിൽ പപ്പടവും കായും നമ്മളെ കിഴങ്ങ് വറുത്തതും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത്ര അറിയില്ല ഇതിൽ എത്ര ഐറ്റംസാണ് വെക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് എന്നൊക്കെ. അതിനൊക്കെ ഒരു രീതി ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഏതൊരു രീതിയിലാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് പാത്രമൊക്കെ ക്ലേ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഓണസദ്യ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ചുണ്ടൻ വെള്ളമാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ചുണ്ടൻ വെള്ളം നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് തൊയയും അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 3 ഫ്ലവേഴ്സും കൂടി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ ഓരോ സദ്യവട്ടത്തിലും ഏതൊക്കെ രീതിയിലായിട്ടുള്ള കളേഴ്സാണോ ഓരോരോ ഫുഡ് ഐറ്റംസിനും ഉണ്ടാവുക, ആ ഒരു രീതിയിലുള്ള കളേഴ്സ് തന്നെ ആയി കിട്ടുന്നത് വരെയും നമ്മൾ ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത് വരെയും കളർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓരോരോ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതി വരെ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ചുണ്ടൻ വെള്ളത്തിനും
നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു വിളക്കിനും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സദ്യവട്ടം നിങ്ങൾക്ക് ഒരുക്കിയെടുക്കാം. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു രീതിയിലുള്ള നോർമലായിട്ട് നമ്മളുടെ ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഓണസദ്യയാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലീഫിന് ഗ്രീൻ കളർ തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ചുണ്ടൻവെള്ളത്തിനായിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ത്വയക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രൗൺ കളറും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വിളക്കിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം, ബാക്കിയുള്ള കളേഴ്സ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ, അതായത് ആ ഒരു ക്ലേൻ്റെ കളർ കംപ്ലീറ്റ് ആയിട്ട് മൂടുന്ന രീതിയിൽ തന്നെ നമ്മൾ കളർ ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ ബ്ലാക്ക് കളറാണ് നമ്മൾ ആ ഒരു ചുണ്ടൻ വെള്ളത്തിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീൻ കളർ പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ ബോറായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത രീതിയിൽ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രൗൺ കളർ വെച്ചിട്ടാണ് നമ്മൾ ത്വയ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രീൻ കളർ കാണാത്ത രീതിയിൽ ഡാർക്കായിട്ട് തന്നെ കൊടുക്കുക. അധികം വെള്ളം യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ കളർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ബോട്ടിലായിട്ട് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഏതൊരു രീതിയിലാണ് ഈ ഫ്ലവർ കട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളമാണ് കളർ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പൂക്കളത്തിന് ഏതൊരു രീതിയിലുള്ള ഡിസൈനാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഡിസൈൻ നമ്മൾ ആദ്യം വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ആ ഒരു ചായപ്പിണ്ടിയിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഡിസൈൻ നോക്കിയിട്ടാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ കളറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ നോക്കി വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പിക്ചറിലുള്ള കളർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഏതൊരു രീതിയിലുള്ള പൂക്കൾ വെച്ചിട്ടാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓണത്തപ്പനെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ പൂക്കളത്തിൽ വെക്കുന്നത് കാണിച്ചിട്ടില്ല. കാരണം ഞാൻ അന്വേഷിച്ച സമയത്ത് അത് തിരുവോണത്തിൻ്റെ അന്നാണ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമുക്ക് റെഡിമെയ്ഡ് ഓണത്തപ്പന് വാങ്ങാൻ കിട്ടും. ചില ആളുകൾ പരമ്പരാഗതമായ രീതിയിൽ ചാണകം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നാണ് അത് ആ പൂക്കളത്തിൻ്റെ മിഡിൽ വെച്ച് കൊടുക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളെ പൂക്കളത്തിൻ്റെ കംപ്ലീറ്റ് കളർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ വശത്തായിട്ട് ഹാപ്പി ഓണം നെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വളരെ ധൃതിയിലാണ് ഈ ഒരു വീഡിയോക്ക് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അൽഹംദുലില്ലാ ഞങ്ങൾക്കൊരു ബോയ് ബേബിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ സൗണ്ട് ഈ ഒരു വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വളരെ സ്പീഡിൽ തന്നെ നമ്മൾ വോയിസ് കൊടുത്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം.